പി ജയചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാട്ടിൻ്റെ നിലാവാണ്. ജീവിതത്തിൽ നാം ഇന്നേ വരെ കേട്ടിട്ടുള്ള മലയാള ഗാനങ്ങളിൽ ഏറ്റവും ഭാവാത്മകമായി പാടുന്ന ഭാവഗായകനാണ് ജയേട്ടൻ. പാട്ടിലെ നിലാവിൻ്റെ കുളിരുണ്ട്, ആ നിലാവിൻ്റെ സുഗന്ധമുണ്ട്. ജയേട്ടൻ പാടിയ ഓരോ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ യൗവന എന്ന് പറയുക കൗമാരസ്വരമാണ്. ഇത്രയധികം പ്രണയ എന്താ പറയുക അതിൻ്റെ ഒരു ഭാവമുള്ള മറ്റൊരു ശബ്ദം മലയാളത്തിലില്ല. പക്ഷേ ജയേട്ടൻ്റെ ഭൗതിക ശരീരം മാത്രമേ പോയിട്ടുള്ളൂ. ജയേട്ടൻ്റെ പാട്ടുകൾ ഇവിടെ ഉണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് വെറുതെ ഒന്ന് തൊടുക പോലും വേണ്ട, പാട്ടുകൾ ഓരോന്നായി വരും. ആദ്യം പാടിയ ഒരു മുല്ലപ്പൂമാലയുമായി എന്ന 65 പാട്ട് മുതൽ അദ്ദേഹം പുറത്തേക്ക് വരുന്നത് 1966 മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന പാട്ടിലൂടെയാണ്, ദേവരാജ സംഗീതത്തിലൂടെ. അപ്പോൾ എല്ലായ്പ്പോഴും ജയേട്ടൻ്റെ പാട്ടിൻ്റെ ഒരു ഭാവാത്മകതയും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലുള്ള ഒരു കാമുക ഭാവവും എന്നും നിലനിൽക്കുന്നതാണ്. പിന്നെ ഒരു വലിയ ഗുരുവായൂരപ്പ ഭക്തനാണ്. സ്വർഗവാതിൽ ഏകാദശിയുടെ സന്ധ്യയ്ക്ക്, ഇന്നലെ സന്ധ്യയ്ക്കാണ് സ്വർഗവാതിൽ ഏകാദശി തുടങ്ങിയത്. ഇന്നലെ 7:45 മരിക്കുന്നു. അവിടെയും അദ്ദേഹത്തെ ദൈവം സ്വർഗവാതിൽ തുറന്നു കൊണ്ടുപോയി എന്നാണ് ആരാധകരായ എന്നെപ്പോലുള്ളവർക്ക് പറയാനുള്ളത്. ജയേട്ടനെ പോലെ ഇത്രയും മലയാള ഭാഷയുടെ ചന്തം മനസ്സിലാക്കി അതിഗംഭീരമായി റെൻഡർ ചെയ്യുന്ന പാട്ടുകാർ വളരെ അപൂർവമാണ്. അതിമനോഹരമാണ് മലയാളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ റെൻഡറിങ്. അതുപോലെ തന്നെ തമിഴ് പാട്ടുകളിലും, ഇപ്പോൾ ഇളയരാജയുടെ പാട്ടായാലും MS വി സാറിൻ്റെ പാട്ടായാലും അതിലും അദ്ദേഹത്തിൻ്റെ ഒരു ഭാവ സൗന്ദര്യം വളരെ മനോഹരമാണ്. പിന്നെ കന്നഡ പാട്ടുകളായാലും തെലുങ്ക് പാട്ടായാലും എല്ലാത്തിലും അദ്ദേഹത്തിൻ്റേതായ ആ ഭാവനിലാവിൻ്റെ ഒരു കയ്യൊപ്പ് അദ്ദേഹം പതിപ്പിക്കും. ജയചന്ദ്രൻ തന്നെയാണ്, അതൊരു ഭാവചന്ദ്രനാണ്, അതൊരു മധുചന്ദ്രികയാണ്. ഇപ്പോഴും എനിക്ക് ഇതൊക്കെ പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു തേങ്ങല എനിക്ക് വ്യക്തിപരമായ അത്രയും അടുപ്പം. അതായത് അദ്ദേഹത്തിൻ്റെ വലിയ ശക്തമായ നിറത്തിലുള്ള തിരിച്ചുവരവിന് ശേഷം അദ്ദേഹം നടത്തിയ ഒട്ടനവധി പരിപാടികളുടെ ഒരു അവതാരകനായിട്ടും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച ഒരാളായിട്ടും അദ്ദേഹത്തിന് വേണ്ടി ഒരു ചാനലിന് വേണ്ടി 100ഓളം എപ്പിസോഡുകൾ ചെയ്ത ഒരാളായിട്ടും വലിയ സൗഹൃദമായിരുന്നു. എൻ്റെ വീട്ടിൽ വന്നിരിക്കും, ഒഴിവ് സമയത്ത് വന്നിരുന്ന് ഞങ്ങളിങ്ങനെ മുഹമ്മദ് റാഫിയുടെ പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം.